മിമിക്രിക്കാർ പലരും ഇപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് വന്ന മിമിക്രി രംഗത്തു നിന്നും സിനിമയിലേക്ക് വന്ന പലരും സിനിമയിലെത്തിയപ്പോഴും അവർ ചെയ്യുന്ന ഒരു 90% റൂൾസും പിന്നെ ഈ ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രങ്ങളെയാണ് അവർ അവതരിപ്പിച്ചത്. അപ്പം ചേട്ടനും അത് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇത്രയും നേരത്തെ പിന്നെ ഇടപെടൽ കൊണ്ട് മനസ്സിലായി. ഹ്യൂമർ സെൻസ് എനിക്കുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാനിപ്പോ സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്ത് വലിയ ചീത്തപ്പേര് കളയാതെ നിൽക്കുകയാണ്. അതെ, ഉള്ള ചീത്തപ്പേര് കളയാതെ നിൽക്കുകയാണ്. ഇനി പെട്ടെന്ന് കയറി ഒരു അടിപൊളി ഹ്യൂമർ ക്യാരക്ടർ സക്സസ്ഫുൾ ആക്കി ചെയ്താ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സീരിയസ് കഥാപാത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇമ്പാക്റ്റ്, ആ സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞു പോകുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ തോന്നാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ റേഞ്ചുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ പോയാലും എത്ര കാലമായിരുന്നാലും സിനിമയിൽ അത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാവും, അതെനിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർക്ക് കുറേ കാലം കഴിയുമ്പോൾ അവരുടെ ശൈലി ആവർത്തന വിരസത കൊണ്ട് മടുപ്പിക്കുന്നൊരവസ്ഥ. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ജഗതിയുടെ ഇതുവരെ മടുപ്പിച്ചിട്ടില്ല. കൊല്ലങ്ങൾ എത്രയായിട്ടും ജഗതി ഇന്ന് ആൾക്കാർക്ക് ഇഷ്ടം മുതൽ ജഗതി ഇന്ന് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ശൈലി മടുപ്പിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവും. നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഭയത്തിൻ്റെ പ്രശ്നം വന്നില്ല. നമുക്ക് ശൈലിയെ കീപ്പ് ചെയ്യണില്ല. ഈ ജഗതിച്ചേട്ടനിപ്പം സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്താൽ അല്ല, സീരിയസ് ക്യാരക്ടേഴ്സ് പുള്ളിയുടെ ജഗതി ചേട്ടൻ്റെ ഇത് സീരിയസ് ക്യാരക്ടേഴ്സ് അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സീരിയസ് ക്യാരക്ടറൊക്കെ ജഗതിയുടെ കൊടുത്തിട്ട് ജഗതി നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് വിചാരിച്ചോ, പക്ഷെ ജനത്തിന് എവിടെയോ ഒരു തൃപ്തിക്കുറവ് തോന്നും. അതാണ് അത്തരം കഥാപാത്രങ്ങളിൽ പുള്ളി ഷൈൻ ചെയ്യാൻ പറ്റാതെ വന്നു പോകുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത് അതല്ല. അതൊരു ഇമേജാണ്. അതെ, ഡയറക്ടേഴ്സിനും ഉണ്ട്. ഇപ്പോൾ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന മിമിക്രി പടങ്ങൾ, നിരവധി കോമഡി പടങ്ങൾ സംവിധാനം, ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ള നല്ല ഡയറക്ടേഴ്സാണ്. അവർ ഒരു സീരിയസ് പടം ചെയ്താൽ ജനം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സീരിയസ് പടം ആയിരിക്കില്ല. തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇതൊരു പക്കാ സീരിയസ് പടം, അതിന് ജനം ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടത് ഇപ്പോൾ മനസ്സിലായില്ല. ഒരു മുൻവിധിയുണ്ട്. അതെ, അവരെ അങ്ങനെ ഒരു കാറ്റഗറി പെടുത്തി കളഞ്ഞു. ഒരു നടനെ കുറിച്ചും ഒരു സംവിധായകനെ കുറിച്ചും അവരൊരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ഹ്യൂമറും സീരിയസും ഒക്കെ ചെയ്യുന്നു. ഒരെണ്ണം ഹ്യൂമർ പടം ചെയ്ത് അടുത്തൊരു സീരിയസ് പടം ചെയ്തു, അങ്ങനെയുള്ളവർക്ക് പ്രശ്നം വരില്ല. ചേട്ടാ, ഇപ്പോഴ് മലയാള സിനിമ ഒരു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ്. സാമ്പത്തിക പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ട്, സിനിമയിലും ഉണ്ട്. അതെ അല്ലേ? പക്ഷേ ഈ ഷക്കീല പടങ്ങൾ ഇപ്പോഴേ വളരെയധികം ഇങ്ങനെ വെള്ളത്തിലങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷക്കീല ചിത്രങ്ങൾ. ഇത് നമ്മുടെ മലയാള സിനിമയെ വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത്? മഴ വരാൻ പോകുന്നുണ്ട്. ഈ ചോദ്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതെ, ഷക്കീല ആയതുകൊണ്ടാണോ? അത് അകത്തിരിക്കാൻ പറ്റില്ല, കാരണം കുടുംബമൊക്കെ ഉള്ളതാണ്. ഷക്കീലയെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ അവരുടെ പടത്തിലും അഭിനയിച്ചിട്ടില്ല, അവരുടെ പടം കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷണമുണ്ട്. നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് അകത്തിരിക്കാം. ശരി.